ഒരു ചെറിയൊരു ചായയൊക്കെ അവർ കൊണ്ടുവന്ന് ചായ കുടിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും പുറത്തിരിക്കുകയാണ്. അപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ഇനിയും ഭക്ഷണം അവർ കൊണ്ടുവരും. അതിനുശേഷം ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻജോയ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പം ഞങ്ങൾ നിൽക്കുന്ന ഈ വില്ല എന്ന് പറഞ്ഞാൽ ഒരു 3 BHK ആണ്. ഇപ്പം ഞാൻ അവരുടെ ഹോളിലാണ് നിൽക്കുന്നത്. ഞാൻ അത്യാവശ്യം ഇങ്ങനെ കയറി വന്നത് ഹോളിൽ നിന്ന് ഇവിടെ ഇങ്ങനെ നേരെ വന്നാൽ ഡൈനിങ് ഹാള്, ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണാണ്. നമുക്ക് കിച്ചൺ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് വാഷ് ബേസിനൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ അതാണ് ഫസ്റ്റ് റൂം. അത്യാവശ്യം കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. അങ്ങനെ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. തൊട്ടിലൊക്കെ സെറ്റപ്പ് ഉണ്ട്. ലോക്കറൊക്കെ നമുക്ക് തന്നു. ലോക്കർ ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യും. ഇതാണ് സെക്കൻഡ് റൂം. ഞങ്ങളിപ്പം 3 BHK എടുത്തേക്കുന്നത്. ഞങ്ങൾ വീട്ടുകാരെല്ലാം എല്ലാവരും കൂടി 10 പേരുണ്ട്. അപ്പം താഴെ 2 റൂമും മേളിൽ 1 റൂമാണ്. മേളത്തെ റൂമിൻ്റെ സ്റ്റെയർ പുറത്തോട്ടാണ്. മേളത്തെ റൂമിലോട്ട് കയറുന്ന വഴി. പിന്നെ മേളിലൊരു ഡോർമെറ്ററി ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് എത്ര വെള്ളം കിടക്കാം. പക്ഷേ ടോയ്ലറ്റ് ഇല്ല. നമുക്ക് ബാക്കി റൂംസ് എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ബാക്കി ഞങ്ങൾക്ക് വേണ്ടി 3 പേർക്ക് വേണ്ടി വേറൊരു 6 കിലോമീറ്റർ മാറി ഒരു സ്ഥലത്ത് ഒരു 2 BHK എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഭക്ഷണവും ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോകും. ഇപ്പോൾ എല്ലാവരും ചില്ലൊക്കെ അടിച്ച് പുറത്തെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം. അപ്പം ബാക്കി വീഡിയോ ആയിട്ട് നമുക്ക് അപ്പം കാണാം. ഇതാണ് ഏലം വില്ലയുടെ നൈറ്റ് വ്യൂ ആണ് കാണുന്നത്. അവിടെ ഒന്നും കാണില്ല. അവിടെ പക്ഷേ മൊബൈൽ ക്യാമറയിലൊന്നും കാണത്തില്ല. നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ദൂരെ കാണാൻ. ഏലം വില്ല. ഇത് സെക്കൻഡ് വില്ലയാണ്. ഇത്ര നേരം ആളില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൾ വന്നിട്ടുണ്ട്. ഒരു വാഹനമായി കിടക്കുന്നത്. ഏലം നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നത്. സഹിക്കാൻ പറ്റുന്ന തണുപ്പൊക്കെ തന്നെ. എങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ദൂരെ കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൂരെ കാഴ്ച അത്രയായിട്ട് കാണത്തില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇപ്പം അത്രയ്ക്കില്ല. ദൂരെ ഒത്തിരി റിസോർട്ടുകളും വില്ലാസും ഒക്കെ നമുക്ക് ഇവിടെ നോക്കി നന്നായിട്ട് കാണാൻ പറ്റും. ഇപ്പം ക്യാമ്പ് ഫയറിൻ്റെ പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. പിന്നെ പാട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക. കുഞ്ഞാപ്പിയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ക്യാമ്പ് ഫയർ. ഇതുവഴി ഇങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിലോട്ടുള്ള വഴി. ഇങ്ങനെ മേളിൽ ഈ വഴി തന്നെ, ഈ സ്റ്റെയർ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള വഴി. അവിടെയാണ് ഒരു റൂമുള്ളത്. കണ്ടിട്ടെന്ന് തോന്നുന്നു. ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാ പരിപാടിയും തുടങ്ങി കഴിഞ്ഞു.
പരുന്തുംപാറയിൽ കല്ലാർ എന്ന് പറഞ്ഞൊരു ഒരു വില്ലയിൽ ഇപ്പം ഞങ്ങൾ 2 BHK വേറെ ഞങ്ങൾ എടുത്തതാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുക, ഞാനും ചേട്ടനുമൊക്കെ. മറ്റവരൊക്കെ പരുന്തുംപാറ അടുത്ത് തന്നെ ഒരു ലേലം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട വില്ലയിലാണ്. അപ്പം നൈറ്റ് ഞങ്ങളിവിടെ കിടക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇവിടെ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ രാവിലെ നല്ല വ്യൂ ഉണ്ടേ, നിങ്ങളത് ഞാൻ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഞാൻ പുറത്തെ വ്യൂ കാണിക്കും. നേരത്തെ നമ്മൾ കിടന്ന റൂം അത്യാവശ്യം നല്ല റൂമൊക്കെ. ഇന്നലെ നമ്മൾ കിടന്ന റൂമാണ്. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ചേട്ടനൊക്കെ താഴെയാണ്. ഞാൻ മാത്രം കിടക്കുന്ന റൂമായിരുന്നു. അതിലും വരുവാണെങ്കിൽ ഗൂഗിൾ അടിച്ച് നോക്കി, അത് കല്ലാറ് വില്ല എന്നുള്ളത്. ഇച്ചിരി ഇങ്ങോട്ട് വരാനുള്ള വഴി ഇച്ചിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ വ്യൂ ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. വേറൊരു ഞാൻ നിങ്ങളെ വ്യൂ കാണിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഏലത്തിൻ്റെ അവിടെ നിന്ന് കാണാൻ അവിടോട്ടും ചെല്ലാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വണ്ടി പോകുന്നിടത്ത്. പക്ഷെ എന്നാലും XU ഒക്കെ കയറിപ്പോയതാണ്. ഇവിടെ XU വന്ന പിന്നെ അവിടെ ചെന്നാൽ നല്ല രസമാണ്. വേറൊരു വൈബാണ്. രാവിലത്തെ എന്താ പറയുന്നത്, രാവിലത്തെ വ്യൂ ഒക്കെ ഭയങ്കര നൈറ്റ് വ്യൂ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഭയങ്കര രസം. നേരിട്ട് കാണാൻ നല്ല രസമാണ്. ഇപ്പം നിങ്ങൾ വീഡിയോ കൂടെ കാണുമ്പോൾ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ഭയങ്കര രസം ഇവിടെ നോക്കുമ്പോൾ. ഇതാണ് വഴി, കല്ലാലോട്ട് വരുന്ന വഴി. ഞാനിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തെ വശത്താണ്. ഇവിടെ താഴോട്ട് നല്ല നല്ല കൊക്ക പോലുള്ള സ്ഥലമാണ്. നല്ല മൊത്തം കാടാണ്, ഇത് മൊത്തം കാടാണ്. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട്. അവിടെയൊക്കെ 2-3 വീടുകളൊക്കെ കാണുന്നുണ്ട്. അധികം വീടുകൾ ഇവിടെ ഇല്ല, 3-4-5 വീടുകളുണ്ട്, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ വീടുകളൊന്നും ഇവിടെ ഇല്ല. വേഴാമ്പലിൻ്റെ സൗണ്ടൊക്കെ ദൂരെ കേൾക്കുന്നുണ്ട് കേട്ടോ. ആ മല മൊത്തം നോക്കിയാൽ തേയിലത്തോട്ടമാണ് മൊത്തം. ഇവിടെ മൊത്തം കാടാണ്, നല്ല ഹൈറ്റിലൊക്കെ മലയാണ്. ഈ താഴെ ഇവിടുന്ന് അങ്ങോട്ട് തേയിലത്തോട്ടമാണ് താഴെ. ഭയങ്കര കാറ്റാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഇരിക്കാനും ഒരു ഗാദറിങ് പരിപാടിക്കൊക്കെ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഊഞ്ഞാലും പിന്നെ ചെയറും കാര്യങ്ങളും ഭയങ്കര രസം. പിന്നെ ഇവിടെ വേറൊരു വില്ല ഉണ്ട്, സെക്കൻഡ് വില്ല. മുകളിലും വേറെ വില്ലകളൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ റൂം താഴെ, ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോഴാണ് ചേട്ടൻ്റെ റൂം. ഇത് മേളിലാണ് ഞാൻ. നല്ലൊരു അടിപൊളിയാണ്. ഇവിടെ വന്ന് സൂപ്പർ കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നൈറ്റ് വന്നപ്പോൾ നമുക്ക് അത്ര വ്യൂ ഇല്ലായിരുന്നു, നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പകൽ, അതായത് രാവിലെ എണീച്ച് ഇവിടെ നിന്ന് ഗ്ലാസ് തുറന്ന് നോക്കി കാണുന്ന വ്യൂ വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് മനസ്സിലാക്കുന്നു. അത് ഇങ്ങോട്ട് വരുന്ന വഴി ഭയങ്കര മോശമാണ്. നമ്മൾ പറഞ്ഞു വഴി ഭയങ്കര മോശമാണല്ലോ എന്ന് പറഞ്ഞു. പറയും വഴി ഇച്ചിരി മോശമാണ്, പക്ഷെ രാവിലെ എണീക്കുമ്പം നിങ്ങൾ കട്ടറൊന്ന് മാറ്റി നോക്കണം, അപ്പം മനസ്സിലാവുന്നു. അവർ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര രസം കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അതുപോലെ അടിപൊളി രസം. രാവിലെ വന്ന് നോക്കും, നല്ല മഞ്ഞ് കോട നല്ലതായിട്ട് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നല്ല കോട ഇറങ്ങുന്നുണ്ട്. അയ്യോ ഭയങ്കര രസം. കല്ലാറുന്നാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ഫ്രഷായിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പരുന്തുംപാറയിലോട്ട് പോവാം. അപ്പോൾ ചേട്ടനൊക്കെ ഇപ്പോൾ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇവിടുന്ന് രണ്ടാമത് ചേട്ടനും ഞാനും ചേച്ചിയൊക്കെ ഇവിടുന്ന് റെഡി ആയിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ ഇവിടുത്തെ വീടിൻ്റെ വില്ലയുടെ പുറത്തോട്ടുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം.
എല്ലാവരുടെ പുറകിലുള്ള താഴോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള വ്യൂ ആണ്. ഭയങ്കര രസം കേട്ടോ. അടിപൊളി തേയിലത്തോട്ടം ഇങ്ങനെ താഴോട്ട് കിടക്കുക. മേളിലൊക്കെ നല്ല രസമുണ്ട് കാണാൻ. വേറെ വ്യൂ ആണ്. നമ്മുടെ റൂം അതാണേ. കാണുന്നതാണ് നമ്മുടെ റൂം. ഇവിടെ നമ്മൾ താഴോട്ടിറങ്ങാം. അതുവഴിയും താഴോട്ടിറങ്ങാൻ സ്റ്റെപ്പുണ്ട്. ഇങ്ങനെ താഴോട്ടിറങ്ങുമ്പോൾ ഇവിടെ ഇരിക്കാനും ഉള്ള സെറ്റപ്പ് ഉണ്ട്. കണ്ട് അടിപൊളി. അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് താഴെ ഒരു റൂംസ് ഉണ്ടെന്ന് തോന്നുന്നു. താഴെ പക്ഷെ അത്ര ഒരു വ്യൂ കിട്ടത്തില്ല. മേളിലും അതിൻ്റെ ഇവിടെയാണ് ഞാൻ, ആ ടോപ്പിലാണ് ഞാൻ ഉള്ളത്. ഇവിടെ ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ട്. ഭയങ്കര രസമാട്ടോ. പരുന്തുംപാറയിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഫ്രഷ് ആയതാണ്. അപ്പം രണ്ടാമത് ചേട്ടനും ചേച്ചിയൊക്കെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. മൂത്തേണിപ്പം വണ്ടിയോട്ട് വരും. ഞങ്ങൾ പരുന്തുംപാറയിലോട്ട് പോവാം. ചേട്ടൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ പരുന്തുംപാറയിൽ പോയിട്ട് വന്നിട്ട് റൂം വെക്കേറ്റ് ചെയ്യുന്നുള്ളൂ. പരുന്തുംപാറയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്ത കല്ലാർ വാലി. പരുന്തുംപാറ കല്ലാർ വാലിയിൽ നിന്ന് ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടും. പരുന്തുംപാറ കല്ലാർ വാലി ഇതാണ്. അവിടെ ഒരു വില്ല പോലെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ വില്ലാസാണ്. വീടുകൾ വളരെ കുറവാണ്. കൂടുതലും ഇങ്ങനെ ടൂറിസ്റ്റിന് വേണ്ടിയുള്ള വില്ലാസാണ്. ഇത് മറ്റൊരു വില്ല, നമ്മളോട് ചേർന്നുള്ള വില്ലയാണ്. ഭയങ്കര രസമാണ്. ഇവിടുന്ന് ആ വീടിൻ്റെ അപ്പുറത്താണ് മുമ്പ് കാണിച്ച വീട്, അല്ല സോറി വ്യൂ ഉള്ളത്. ഈ റൂമിലാണ് ഞാൻ. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ഇവിടെയാണ്. മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ താഴോട്ടിറങ്ങി ഊഞ്ഞാലും ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ പരുന്തുംപാറ പോയിട്ട് വരാം. അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വ്യൂ. എത്തിരിക്കുകയാണ്. മൊത്തം കോട. മായമ്മ വരുന്നുണ്ടോ ചേച്ചി? മായമ്മ വരുന്നോ? ഇങ്ങനെ ഇറങ്ങി വരാം. സമയം ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ്. നമുക്ക് സഹിക്കാൻ വയ്യാത്തത്ര കാറ്റാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളൊരു 6:30 ആകുമ്പോൾ വരണം, എന്നാലേ നല്ല കോടയും മഞ്ഞും ഒക്കെ ഉള്ളെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളിപ്പോൾ വന്നപ്പോഴും അത്യാവശ്യം നല്ല കോടയുണ്ട്, ഭയങ്കര തണുപ്പാണ്. അപ്പോൾ 6:30 വന്ന് എന്തായിരുന്നു അവസ്ഥ എന്ന് അറിയത്തില്ല. അതുപോലെ തണുപ്പുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഇവിടെ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നൈറ്റാണ് വന്നിട്ടുള്ളത്. അപ്പം അന്ന് പക്ഷേ അപ്പോഴൊന്നും ഇത്രയും കോടയുണ്ടെങ്കിൽ ഇത്രയും തണുപ്പില്ല. ഇതിപ്പോൾ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ച് പേര് കാറ്റ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് പേര് മേലോട്ട് വന്നില്ല. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നു, ഞാൻ പോയിട്ട് വരാം. ചേച്ചി പിടി. ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. പരുന്തുംപാറ. ഇതോ അങ്ങൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞ റിസോർട്ടിൽ അതാ. വ്യൂ പോയിൻ്റെ അടുത്തോട്ട് പോവാം. വഴി ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ഒരു ചെറിയ വഴി അങ്ങോട്ട് വന്നുണ്ടോ. ഇത് താഴെ കുക്കിയാണ്. കുക്ക എൻ്റെ മച്ചി. ഇനി പാറ ചവിട്ടി മേളിൽ കയറുമ്പോഴാണ് എന്തോ അവിടെ ചേട്ടനൊക്കെ നിൽക്കുന്നത്. നമ്മളും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. താഴെ അരുവിയൊക്കെ ഉണ്ട്. നമുക്കിനി തിരിച്ചു പോവാം. ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നുള്ളൂ. കൂടെയുള്ളവരൊക്കെ അവിടെ നിന്ന് പോയി. അയ്യോ, ഈ പാറ ഇനി മേലെ കയറണം. ഇതാണ് വഴി. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയ കൊക്കയിലോട്ട് കിടക്കും. ഇതുണ്ട്, ഈ പാറ ഇങ്ങനെ കയറണം. ഇത് വഴി ഇങ്ങനെ മേലോട്ട് കയറണം. അയ്യോ അയ്യോ, ഇങ്ങനെ പാറ കയറി തിരിച്ചു പോവാം. ചേട്ടൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഞങ്ങളിനി റൂമിലോട്ട് പോവാണ്. ശരി, റൂമിൽ ചെന്നിട്ട് കാണാവേ. അപ്പോൾ കല്ലാർ വാലിയിൽ നിന്ന് ഞങ്ങൾ ഏലം റിസോർട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് റൂം വെക്കറ്റായി ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി അവിടെയാണ് ഭക്ഷണം. അവിടെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കണം. അപ്പം ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ബൈ, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. കല്ലാർ വാലിലോട്ട് ബൈ പറഞ്ഞ് ഏലം റിസോർട്ടിലോട്ട് പോവാണ്. നമുക്ക് പോവാം. ശരി, നമുക്ക് അങ്ങോട്ട് പോകാം. കല്ലാർ വാലിലോട്ടുള്ള വഴി ഓഫ് റോഡ് പോലെയാണ്. കയറ്റം ഇറക്കും. കുറച്ചിടത്തൊക്കെ കോൺക്രീറ്റ് കിട്ടും. വീണ്ടും ഏലം റിസോർട്ടിൽ എത്തിയിരിക്കുന്നു. രാവിലെ എണീച്ച് വേറെ പുറത്തോട്ട് നോക്കിയിരിക്കുക. ചിന്നുമ്മ അകത്താ. വാ, ഇറങ്ങി വാ, കഴിക്കണ്ടേ? വാ.
ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തോട്ട് പോകാം. ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഒരു ചായ അല്ല, കാപ്പി. ഭക്ഷണം കഴിച്ചു. ഇനി അടുത്ത പ്രോഗ്രാം എന്താണെന്ന് അറിയത്തില്ല, നോക്കട്ടെ. അടിപൊളി. ബാക്കി കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നതിനും വരെ ബൈ.